ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. അജിത് കുമാർ എം.ആർ ആണ്. ഞാൻ ഈ വർഷം ജൂലൈ 2025 ബാച്ചിൽ MBAക്ക് ചേർന്നൊരു ആളാണ്. ഞാൻ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഏകദേശം 29 വർഷത്തോളം സർവീസുള്ള ആളാണ് ഞാൻ ബാങ്കിൽ. ഇപ്പോൾ MBA എടുക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് MBA കോഴ്സിൽ ചേർന്നതാണ്. എനിക്ക് അല്ലാതെ PG ഉള്ളതാണ്. ജോയിൻ ചെയ്തത് മുതൽ തന്നെ, അതായത് ലേൺ വൈസിൽ നമ്മൾ ജോയിൻ ചെയ്തത് മുതൽ തന്നെ എല്ലാ കാര്യങ്ങളിലും, അഡ്മിഷൻ സംബന്ധിച്ച കാര്യങ്ങളിലും, പിന്നെ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഓരോ നമുക്ക് തരുന്ന ഓരോ ഫോർമാറ്റ്സൊക്കെ പൂരിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെയധികം നല്ല ഒരു സപ്പോർട്ടാണ് നമുക്ക് ലേൺ വൈസിൽ നിന്ന് കിട്ടുന്നത്, പ്രത്യേകിച്ചും എൻ്റെ അടുത്തുനിന്ന്. ഈ അധ്യാപക ദിനം എന്ന് പറയുന്നത് നമ്മൾ സെപ്റ്റംബർ 5 ആചരിക്കുന്നു. അന്ന് നമ്മുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും പിന്നീട് രാഷ്ട്രപതിയും ഒരു സർവോപരി ഒരു വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. ആ ദിവസത്തിൽ നമ്മളെ അധ്യാപകരെ കുറിച്ച് ഓർക്കുന്നു. നമ്മളെ പഠിപ്പിച്ച് കണ്ണ് തുറന്നു തന്ന് നമ്മൾ നേർവഴിക്ക് നയിച്ച് നമുക്ക് ശരിയായ പാതയിലൂടെ നമ്മളെ സഞ്ചരിക്കാൻ നമ്മളെ സഹായിച്ച ഗുരുനാഥന്മാരെ നമ്മൾ ഓർക്കുന്ന ദിവസമാണ് അന്ന്. ഒരു ഗുരു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും ഒരു മെഴുകുതിരിയോട് ഉപയോഗിച്ച് കേട്ടിട്ടുണ്ട്. അതായത് സ്വയം ഉരുകി തീർന്നിട്ടാണെങ്കിലും അവർ ആർക്കാണോ അവരെ പഠിപ്പിക്കുന്നത് അവരെ നേർവഴിക്ക് നയിക്കുന്നത്, വെളിച്ചം കാണിച്ച് നേർവഴിക്ക് നയിക്കുക എന്നുള്ള രീതിയിൽ ഒരു ക്യാൻഡിലിനോട് സാധാരണ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് ഗുരുവിനെ. ഞാൻ മെൻറ്ററെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മെൻറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് എൻ്റെ മെൻറ്റർ മിസ്സ് ലോജിഷയാണ്. നമുക്ക് ഓരോ ആഴ്ചയും കൃത്യമായിട്ട് നമ്മളെ വിളിക്കുകയും നമ്മളെ എന്തൊക്കെ പഠിച്ചു എന്നും എന്തൊക്കെ രീതിയിലാണ് ഇനി പഠിക്കേണ്ടതെന്നും എവിടെയാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടതെന്നും എവിടെ കോൺസെൻട്രേഷൻ കൊടുക്കണം, കൂടുതൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, ഏതെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ, ആപ്പ് ഉപയോഗിക്കുന്നതിന് പ്രശ്നമുണ്ടോ, ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിക്കുകയും ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടും. ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങളായാലും പല സംശയങ്ങളും വരുന്നതാണ്. ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാനും നമ്മളെ കൂടെ നിൽക്കാനും വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ് ലോജിഷ എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അധ്യാപകൻ തൻ്റെ മുമ്പിലിരിക്കുന്ന 50 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരുടെ ഓരോ കാലിബറുള്ള ആളായിരിക്കും. ഓരോ മാനസിക സ്ഥിതിയിലുള്ള അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ, ഓരോ തരത്തിലുള്ള ബുദ്ധിശക്തിയും കഴിവുമുള്ള ആ കുട്ടികളെല്ലാവരെയും അദ്ദേഹത്തിന് ഒരേപോലെ പഠിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അതുപോലെ ഒരു മെൻറ്റർ തൻ്റെ ബാച്ചിലുള്ള, നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിൽ പോലും മെൻറ്റർ ആ ബാച്ചിലുള്ള ഒരു 50 പേരോ 60 പേരോ ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള രീതികൾ ചോദിച്ചറിഞ്ഞ് അവരുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും എല്ലാം മനസ്സിലാക്കി അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ എന്നുള്ള രീതിയാണ് മെൻറ്ററുടെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. ലോജിഷ എല്ലാ രീതിയിലും വളരെയധികം നല്ലൊരു സഹായമാണ് എനിക്ക് ഈ അഡ്മിഷൻ പ്രോസസ്സിലായാലും പിന്നെ പഠിച്ചു തുടങ്ങിയ പ്രോസസ്സിലായാലും പിന്നെ ആപ്പ് ഉപയോഗിക്കുന്ന രീതിയിലായാലും അസൈൻമെൻറ്റ് എഴുതുന്ന രീതിയായാലും പിന്നെ എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യുന്ന രീതിയിലും ഓരോരോ സംശയങ്ങളും എങ്ങനെ ലോഗിൻ ചെയ്യാം, എന്നെ ഏതെല്ലാം ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യും. പല ക്ലാസ്സുകളും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്ത ക്ലാസ്സുകളിലെല്ലാം റെക്കോർഡഡ് സെഷൻസ് അയച്ചു തരാനും നമ്മുടെ ഓരോ കാര്യങ്ങളിലും പ്രത്യേക തരത്തിലുള്ള ശ്രദ്ധ ചെലുത്തി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സഹകരണം അല്ലെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം. ഇതിൽ ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം നമുക്ക് സീറോയിൽ തുടങ്ങുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ തുടങ്ങുന്നത്. എന്നെ സംബന്ധിച്ച് പറയുമ്പോഴത്തെ ഏകദേശം ഒരു 10-25 വർഷമായി പഠിച്ചിറങ്ങിയിട്ട്. അപ്പോൾ അതിനുശേഷം ഈ ഗ്യാപ്പിന് ശേഷമുള്ള ഈ പഠനം എന്ന് പറയുന്നത് വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം വളരെ ലഘുവായിട്ട് വളരെ ഈസി ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സഹായം എനിക്ക് മെൻറ്ററിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ ഇത്തരണത്തിൽ സൂചിപ്പിക്കുന്നു. പിന്നെ നമ്മളെപ്പോഴാണെങ്കിലും നമ്മുടെ മാനസികമായിട്ട് നമ്മൾ ലോ ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഒരു കോൾ വരും, അല്ലാതെ നമുക്ക് മെൻറ്ററിനോട് ആ കാര്യം പറയാം, നമുക്ക് എന്ത് പറ്റുന്നില്ല അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് തന്ന് നമ്മളെ അതിൽ നിന്ന് കരകയറാൻ സഹായിക്കും. എല്ലാ രീതിയിലുള്ള ഒരു എൻകറേജ്മെൻറ്റും തന്ന് നമ്മളെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ ഓരോരോ കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് നടക്കുന്ന ഓരോരോ പരിപാടികൾ, പഠിത്തമല്ലാതെയുള്ള പരിപാടികൾ, അതിലെല്ലാം പങ്കെടുക്കാനും പാട്ടാണെങ്കിലും പാട്ട് പാടാൻ, ചിത്രം വരയ്ക്കുക, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കുക, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓരോരുത്തരിലുമുള്ള ഓരോ കഴിവുകൾ പലപ്പോഴും അത് ഒളിഞ്ഞു കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാനൊരു അവസരമില്ലാതെ കിടക്കുകയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാനും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഇത് മാറ്റിയെടുക്കാൻ, നമുക്കൊരു ഇൻഹിബിഷൻ അത് മാറ്റിയെടുക്കാനും ഉള്ളൊരു
ഒരു വേദിയുമാണ് ഇങ്ങനെയുള്ള പരിപാടികൾ. അതിൽ പങ്കെടുക്കാനും പിന്നെ ഈ ഒരു കാര്യം തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയതല്ല. കാരണം ഞാൻ ഒരുപാട് തിരക്കിനിടയിൽ ഞാൻ ഇങ്ങനെ വിചാരിക്കരുത് എങ്ങനെ ഇത് ചെയ്യണം, ഞാൻ ഇത് ചെയ്താൽ ശരിയാവുമോ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറുണ്ട്, വേറെ ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യത്തിൽ സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ആണ് പറയേണ്ടതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും, അതായത് പഠിക്കുന്ന ഒരാളിൻ്റെ മാനസികവും അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള എല്ലാവരും ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് സഹായിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സഹായമാണ് മെൻറ്ററായ മിസ് ലോജിഷയിൽ നിന്ന് കിട്ടുന്നുള്ള ഞാൻ നിസ്സംശയം ഇവിടെ സൂചിപ്പിക്കുന്നു. അതിന് വളരെയധികം നന്ദിയും അറിയിക്കുന്നു. ഇങ്ങനെ എന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇനി വരുന്ന ബാച്ചുകളായാലും ഇപ്പോൾ ഉള്ള കുട്ടികളല്ല, ഇനി വരുന്ന ബാച്ചുകളും എല്ലാവരും ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം, മെൻറ്റർഷിപ്പ് കൊടുത്ത് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.